അടുത്ത ടോപ്പിക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി ആണ്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് ആ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ദ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ നോഡ്സ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ദി ടോപ്പോളജി ഓഫ് ദി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളുടെ അവ അടുക്കിയിരിക്കുന്ന രീതി, അവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഓർഡർ, ആ ഒരു ജിയോമെട്രിക് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനെയാണ് ആ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദ നോഡ്സ് ആർ ഫിസിക്കലി ഇൻ്റർകണക്റ്റഡ് ടു ഫോം എ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ്, അവ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതി, അതിനെയാണ് എന്ത് പറയുന്നത്, ആ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ടോപ്പോളജികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബസ് ടോപ്പോളജി. അപ്പോൾ ആദ്യം ബസ് ടോപ്പോളജി നോക്കാം. ഏത് ടോപ്പോളജി പഠിക്കുമ്പോഴും ആ ടോപ്പോളജിയുടെ ഒരു ഡയഗ്രാം വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബസ് ടോപ്പോളജിയുടെ ഡയഗ്രാം. ബസ് ടോപ്പോളജിയിലൂടെ കാണുന്ന പോലെ ഈ ടോപ്പോളജി അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും മധ്യത്തിലായിട്ട് ഒരു ബസ് ഉണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ കേബിൾ. ഈ കാണുന്നതാണ് ബസ് ടോപ്പോളജിയിലെ ബസ്. ബസ് മീൻസ് കേബിൾ, ഒരു കേബിളാണ്. എല്ലാ നോഡുകളും ഈ ബസ്സുമായിട്ടൊരു ടി ആകൃതിയിലുള്ള കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. സോ all the nodes are connected to a main cable called bus. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ നെറ്റ്വർക്കിലെ എല്ലാ നോഡുകളും, നോഡ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് ഹാർഡ്വെയർ ഉപകരണങ്ങളായിട്ടുള്ള പ്രിൻ്ററോ സ്കാനറോ എല്ലാം ആ നെറ്റ്വർക്കിലെ നോഡാണ്. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ എല്ലാ നോഡുകളും മീൻസ് എല്ലാ കമ്പ്യൂട്ടറുകളും, നെറ്റ്വർക്കിലെ അംഗങ്ങളായ ഓരോ കമ്പ്യൂട്ടറുകളും ഒരു മെയിൻ കേബിളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ മെയിൻ കേബിളിനെയാണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് എ നോഡ് ഹാസ് ടു സെൻഡ് ഡാറ്റ ടു അനദർ നോഡ്, ഇറ്റ് സെൻഡ്സ് ദി ഡാറ്റ ടു ദി ബസ്. ബസ് ടോപ്പോളജിയിൽ ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിൽ അതാദ്യം മെസ്സേജ് ബസ്സിലേക്ക് അയക്കുന്നു. നേരിട്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലൊരു കണക്ഷനുമില്ല, എല്ലാം ബസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബസ്. ബസ്സിൻ്റെ 2 അറ്റത്തും ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ബസ് ടോപ്പോളജിയുടെ ഒരു ഘടന. ഇനി ഓരോ കമ്പ്യൂട്ടറും ബസ് എന്ന ഈ മെയിൻ കേബിളുമായിട്ട് ഒരു ഷേപ്പിലുള്ള ടി ആകൃതിയിലുള്ള ഒരു കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ബസ് ടോപ്പോളജിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു മെയിൻ കേബിളാണ്, ഒരു ബസ് എന്നതിന് പറയാം. ആ ബസ്സിലേക്ക് ഓരോ കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ ഓരോ നോഡും, നെറ്റ്വർക്കിലെ ഓരോ നോഡും ഒരു ടി ആകൃതിയിലുള്ള കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്രകാരം ഓരോ കമ്പ്യൂട്ടറുകളും ബസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നവിടെ കാണാൻ പറ്റും. ഇപ്പം ഈ നെറ്റ്വർക്കിലാണെങ്കിൽ 8 സിസ്റ്റങ്ങളുണ്ട്. ഒരു ലാപ്ടോപ്പും 7 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും ഈ നെറ്റ്വർക്കിൽ വരുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഈ ബസ്സിലേക്കാണ് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. തമ്മിൽ നേരിട്ട് കണക്ഷൻ ഇല്ല. അതാണ് ബസ് ടോപ്പോളജിയുടെ പ്രത്യേകത. ഇനി നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടർ, ബസ് ടോപ്പോളജിയിൽ ഇഫ് എ നോഡ് വാണ്ട്സ് ടു സെൻഡ് എ മെസ്സേജ് ടു അനദർ നോഡ്, ഒരു കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കിലെ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കേണ്ട കമ്പ്യൂട്ടർ, അതായത് സെൻഡറും സപ്പോസ് ഈ കമ്പ്യൂട്ടറിന് ഈ കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അയക്കേണ്ട മെസ്സേജ് ആദ്യം ഇഫ് എ നോഡ് ഹാസ് ടു സെൻഡ് ഡാറ്റ ടു അനദർ നോഡ്, ഇറ്റ് സെൻഡ്സ് ദ ഡാറ്റ ടു ദ ബസ്. അതായത് ഡാറ്റ അയക്കേണ്ട കമ്പ്യൂട്ടർ അയക്കേണ്ട ഡാറ്റ ബസ്സിലേക്കാണ് അയക്കുന്നത്. കാരണം നേരിട്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അയക്കേണ്ട ഡാറ്റകളെല്ലാം തന്നെ ഓരോ കമ്പ്യൂട്ടറും ബസ്സിലേക്ക് അയക്കുന്നു. ഓക്കെ, അങ്ങനെ ബസ്സിലേക്ക് അയക്കുന്ന ഒരു കമ്പ്യൂട്ടർ അയക്കുന്ന ഡാറ്റ സിഗ്നലുകൾ ആ ബസ്സിലുടനീളം, ആ ബസ്സിൻ്റെ മുഴുവൻ ലെങ്ത്തിലൂടെയും സഞ്ചരിക്കുന്നു. അതായത് ബസ്സിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. അങ്ങനെ ബസ്സിലൂടെ ഒരു കമ്പ്യൂട്ടർ അയച്ച ഡാറ്റ ബസ്സിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഇറ്റ് ട്രാവൽസ് ത്രൂ ദ ലെങ്ത് ഓഫ് ദി ബസ്.
ആൻഡ് ആസ് ദി ഡാറ്റ ട്രാവൽസ് ത്രൂ ദി ബസ്, അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അയച്ച ഒരു ഡാറ്റ സിഗ്നൽ ബസ് എന്ന ഈ മെയിൻ കേബിളിലൂടെ തലങ്ങും വലങ്ങും സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ ബസ്സുമായി ബന്ധിച്ചിരിക്കുന്ന എല്ലാ നോഡുകളും ആ സിഗ്നൽ പരിശോധിക്കുകയും ഏത് നോഡിലേക്കാണോ ആ മെസ്സേജ് അയക്കുന്ന ഓരോ മെസ്സേജിലും സ്വീകരിക്കേണ്ട കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്വീകരിക്കേണ്ട കമ്പ്യൂട്ടർ മാത്രം ആ മെസ്സേജ് സ്വീകരിക്കുകയും ബാക്കിയുള്ള കമ്പ്യൂട്ടറുകൾ ആ മെസ്സേജിനെ തള്ളിക്കളയുകയും ചെയ്യും. ഇതാണ് ബസ് ടോപ്പോളജിയിലെ ഒരു തരം ബ്രോഡ്കാസ്റ്റിംഗ് ആണ് വരുന്നത്. ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ബസ് ടോപ്പോളജിയിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. സോ ഏത് കമ്പ്യൂട്ടറാണോ അയക്കേണ്ടത് ഡാറ്റ, ആ ഡാറ്റ അയക്കുന്ന കമ്പ്യൂട്ടർ ഡാറ്റ ബസ്സിലേക്ക് അയക്കുകയും അത് ബസ്സിൽ ഉടനീളം സഞ്ചരിക്കുകയും ബസ്സിൽ സഞ്ചരിക്കുന്ന ആ ഡാറ്റയെ ബസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ നോഡുകളും പരിശോധിക്കുകയും വായിക്കുകയും ഏത് കമ്പ്യൂട്ടറിനാണോ മെസ്സേജ് ലഭ്യമാകേണ്ടത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, മെസ്സേജിൻ്റെ യഥാർത്ഥ റിസീവർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഏതാണോ ആ കമ്പ്യൂട്ടർ മാത്രം ആ മെസ്സേജിനെ സ്വീകരിക്കുകയും ബാക്കിയുള്ളവ അതിനെ ബസ്സിലേക്ക് തന്നെ തള്ളിവിടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിലേക്ക് തള്ളിവിടുമ്പോൾ സ്വീകരിക്കുന്ന കമ്പ്യൂട്ടർ മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ അക്സെപ്റ്റ് ചെയ്തു, റിസീവ് ചെയ്തു. ബാക്കി ഈ കമ്പ്യൂട്ടറുകളെല്ലാം സ്വീകരിച്ച് തള്ളിക്കളഞ്ഞ ഡാറ്റ ബസ്സിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ മെസ്സേജിനെ ബസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ബസ്സിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്നത്. എ സ്മോൾ ഡിവൈസ് കോൾഡ് ടെർമിനേറ്റർ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ഈച്ച് എൻഡ് ഓഫ് ദി ബസ്. ഈ ബസ് എന്ന മെയിൻ കേബിളിൻ്റെ ഓരോ അറ്റത്തും രണ്ടറ്റങ്ങളിലുമായിട്ട് ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്നു. When the signal reaches the end of the bus, the terminator absorbs the signal and removes it from the bus. അപ്പോൾ അയക്കുന്ന നേരത്തെ പറഞ്ഞു സിഗ്നൽ ഒരു മെസ്സേജ് സിഗ്നലായിട്ട് ഡാറ്റ സിഗ്നൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് അയക്കുമ്പോൾ അത് ബസ്സിലേക്ക് അയക്കുകയും ആ സിഗ്നൽ ട്രാവൽസ് ത്രൂ ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ബസ്സിലുടനീളം സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇതിൽ എല്ലാ നോഡുകളും അങ്ങനെ ബസ്സിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നലിനെ പരിശോധിക്കുകയും ആ വന്നിരിക്കുന്ന സിഗ്നലിലെ ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്വീകർത്താവ് ആ മെഷീനാണോ എന്ന് ഓരോരുത്തരും നോക്കുന്നു. അല്ലെങ്കിൽ അവ തള്ളിക്കളയുന്ന ബസ്സിലേക്ക് തന്നെ ഇടുന്നു. അതിനുശേഷം ഏത് കമ്പ്യൂട്ടറിനാണോ ഈ മെസ്സേജ് ലഭിക്കേണ്ടത് ആ കമ്പ്യൂട്ടർ ഈ സിഗ്നൽ ബസ്സിൽ നിന്ന് വായിക്കുമ്പോൾ അതിനെ ആ മെസ്സേജിലുള്ള ഡാറ്റ റീഡ് ചെയ്യുകയും അതിനെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടാതെ ആ സിഗ്നൽ വീണ്ടും ബസ്സിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഇവിടെ ഈ ലാപ്ടോപ്പിൽ നിന്നൊരു മെസ്സേജ് ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് അയക്കുകയെങ്കിൽ ലാപ്ടോപ്പ് അത് ബസ്സിലേക്കാണ് അയക്കുന്നത്. സ്വീകർത്താവ് ഈ ഒരു ഡെസ്ക്ടോപ്പാണ്, സെൻഡർ ഈ ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് പോകുന്ന മെസ്സേജ് ആദ്യം ബസ്സിലേക്ക് വിടുകയും ബസ്സിലൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഈ എല്ലാ ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പ് ഉൾപ്പെടെ എല്ലാവരും അത് വായിക്കുകയും ആ മെസ്സേജിനെ ലിസൺ ചെയ്യുകയും അവയുടെ അഡ്രസ്സല്ല മെസ്സേജിൻ്റെ റെസിപ്പിയൻ്റ് അവയല്ലാത്തത് കാരണം ആ മെസ്സേജിനെ അവ തള്ളിക്കളയുകയും ആ മെസ്സേജ് ബസ്സിലൂടെ ട്രാവൽ ചെയ്യുകയും സ്വീകരിക്കേണ്ട കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ അതിന് നോക്കുമ്പോൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വീണ്ടും അത് സിഗ്നൽ ആ ബസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബസ്സിൽ ബാക്കി വരുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ ബസ്സിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ദ ടെർമിനേറ്റർ അബ്സോർബ്സ് ദ സിഗ്നൽ ആൻഡ് റിമൂവ്സ് ഇറ്റ് ഫ്രം ദി ബസ്സിൽ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ എത്തേണ്ട കമ്പ്യൂട്ടറിൽ ആ ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഡാറ്റ ഇങ്ങനെ അതിൻ്റെ ഒരു കോപ്പിയാണ് ഇത് സ്വീകരിക്കുന്നത്. ഒറിജിനൽ മെസ്സേജ് ഇവിടെ അതിനെ കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മെസ്സേജ് ഇതിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഇനി അടുത്ത മെസ്സേജ് വരുമ്പോൾ ഇത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പഴയ മെസ്സേജ് പാക്കറ്റുകളെ അല്ലെങ്കിൽ ഡാറ്റ സിഗ്നലുകളെ അവയെ ബസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബസ്സിൻ്റെ ഇരുവശങ്ങളിലും ഓരോ ടെർമിനേറ്റർ എന്ന് പറയുന്ന ഉപകരണമുണ്ട്. ടെർമിനേറ്ററിൻ്റെ ജോലി ബസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കോപ്പി ചെയ്യപ്പെട്ട സിഗ്നലുകളെ, ഉപയോഗം കഴിഞ്ഞ സിഗ്നലുകളെ അല്ലെങ്കിൽ ഡാറ്റ സിഗ്നലുകളെ, അതായത് ഒരു തവണ വായിക്കപ്പെട്ട ഡാറ്റ സിഗ്നലുകളെ ബസ്സിൽ നിന്ന് ആഗിരണം ചെയ്ത് പുറത്ത് കളയുക എന്നുള്ളതാണ്. Okay, so the terminator at both end of the bus will accept the signal
through the bus, absorb and removes it from the bus. Now the bus is free to carry another signal. ഇപ്പോൾ ഈ ബസ്സിലൂടെ ഇനി അടുത്ത കമ്പ്യൂട്ടറിന് അടുത്ത മെസ്സേജ് അടുത്ത വേറൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കാം. This prevents the reflection of a signal back on the cable and hence eliminates the chances of signal interference. നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ഈ ടെർമിനേറ്ററുകൾ വെച്ചിരിക്കുന്നതിന് കാരണം ഈ ബസ്സിലൂടെ ഒരിക്കൽ അയച്ച സിഗ്നൽ വീണ്ടും പുതിയ സിഗ്നൽ വരുമ്പോൾ പഴയ സിഗ്നലുകൾ അതുമായിട്ട് കൂടിക്കലർന്ന് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ടെർമിനേറ്റർ ഉപയോഗിച്ച് സിഗ്നലുകൾ നീക്കം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. ഇനി ബസ് ടോപ്പോളജിയുടെ പ്രത്യേകതകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബസ് ടോപ്പോളജി. അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ലിമിറ്റേഷൻസും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബസ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും. ബസ് ടോപ്പോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നോക്കി നമുക്ക് കാണാം, ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്റ്റാൾ. അത് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ടോപ്പോളജിയാണ് ബസ് നെറ്റ്വർക്ക്, ബസ് ടോപ്പോളജി ഉപയോഗിച്ചുള്ളൊരു നെറ്റ്വർക്ക്. So the bus network is easy to install. Again, it requires less cable length and hence it is cost effective. ബസ് ടോപ്പോളജിയിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വളരെ കുറഞ്ഞ നീളമുള്ള കേബിൾ മതി, വളരെ കുറച്ച് കേബിൾ മതി. കാരണം അത് മെയിൻ കേബിളിലേക്ക് ഓരോ കമ്പ്യൂട്ടറും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്നതില്ലാത്തതിനാൽ കേബിളിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, കേബിളിൻ്റെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പോൾ സ്ഥാപിക്കാൻ എളുപ്പമാണ്, കുറച്ച് കേബിൾ മതി, കണക്ട് ചെയ്യാൻ കമ്പ്യൂട്ടറുകളെ തമ്മിൽ നോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, അതുകൊണ്ട് ചിലവ് ലാഭിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഇനി അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇതാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അഡ്വാൻറ്റേജ് ആണ്. ഇനി ചില ലിമിറ്റേഷനുകൾ ബസ് ടോപ്പോളജിയുടെ ബസ് നെറ്റ്വർക്കിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ടും ചേർന്നാണ് ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. ഫെയിലിയർ ഓഫ് എ നോഡ് ഡസ് നോട്ട് അഫക്ട് ദി നെറ്റ്വർക്ക്. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, 3 കാര്യങ്ങൾ. ഇപ്പോൾ ഫെയിലിയർ ഓഫ് എ നോഡ് ഡസ് നോട്ട് അഫക്ട് ദ നെറ്റ്വർക്ക്. ബസ് ടോപ്പോളജിയിൽ ഏതെങ്കിലും ഒരു നോഡ് പ്രവർത്തനരഹിതമായാൽ, അത് കേടായി കഴിഞ്ഞാൽ ആ നോഡ് മാത്രം നെറ്റ്വർക്കിൽ നിന്ന് ഒറ്റപ്പെടുകയും ബാക്കിയുള്ള നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ നോഡുകളുടെ പ്രവർത്തനത്തെയോ അത് ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതാണ് ബസ് ടോപ്പോളജിയുടെ ഒരു ഗുണം. ബസ് ടോപ്പോളജി സ്ഥാപിക്കാൻ എളുപ്പമാണ്, അതിന് കുറച്ച് കേബിൾ ലെങ്ത് മതി, അതുകൊണ്ട് കേബിൾ ചെലവ് ലാഭിക്കാം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ടോപ്പോളജിയിൽ ഏതെങ്കിലും ഒരു നോഡിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ ആ നോഡ് മാത്രം നെറ്റ്വർക്കിൽ നിന്ന് ഒറ്റപ്പെടുകയും നെറ്റ്വർക്ക് പഴയ പോലെ തന്നെ നെറ്റ്വർക്കിലൂടെയുള്ള ഡാറ്റ കൈമാറ്റം നടക്കുകയും ചെയ്യും. മറ്റ് നോഡുകൾക്കിടയിലുള്ള ഡാറ്റ കൈമാറ്റത്തെ കേടുവന്ന നോഡ് കൊണ്ട് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ബസ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ്. ഇനി ഇതിൻ്റെ ചില പരിമിതികൾ, ബസ് നെറ്റ്വർക്കിൻ്റെ പരിമിതികൾ. ഒന്ന്, ഫെയിലിയർ ഓഫ് എ കേബിൾ ഓർ ബസ് ഓർ ടെർമിനേറ്റർ ലീഡ്സ് ടു ബ്രേക്ക് ഡൗൺ ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. ബസ് ടോപ്പോളജിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ മെയിൻ കേബിളാണ്. ഈ മെയിൻ കേബിളിലേക്കാണ് എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ കേബിളിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ, ദ ബ്രേക്ക് ഡൗൺ ഓഫ് the failure of the cable or terminator leads to, കേബിളിനോ അല്ലെങ്കിൽ ഈ കേബിളിൻ്റെ ഇരുവശങ്ങളിലുമുള്ള, കേബിൾ എന്ന് പറയുന്ന ഈ കേബിളിനെ, മെയിൻ കേബിളിനെ, ബസ് ടോപ്പോളജിയുടെ മധ്യത്തിലുള്ള ഈ മെയിൻ കേബിളിനെയാണ് എല്ലാ കമ്പ്യൂട്ടറുകളുമായിട്ടും ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും ബന്ധപ്പെടുന്ന ഈ ഒരു മെയിൻ കേബിൾ, അതിനെയാണ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിനോ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ടെർമിനേറ്റർ എന്ന് പറയുന്ന സിഗ്നൽ ആഗിരണം ചെയ്ത് പുറത്തു കളയാനുള്ള ഉപകരണങ്ങൾക്കോ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നെറ്റ്വർക്കിനെ മൊത്തം ബാധിക്കും, നെറ്റ്വർക്കിലൂടെയുള്ള ഡാറ്റ വിനിമയത്തെ ബാധിക്കും, നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമാകും, മൊത്തത്തിൽ നെറ്റ്വർക്ക് ഡൗൺ ആകുന്നു. അതാണ് ഫെയിലിയർ ഓഫ് ദ ബസ് ഓർ ടെർമിനേറ്റർ ലീഡ്സ് ടു ബ്രേക്ക് ഡൗൺ ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. ബസ്സിൻ്റെയോ ടെർമിനേറ്ററുകളുടെയോ തകരാറ് മൊത്തം നെറ്റ്വർക്കിൻ്റെ തകരാറിലേക്ക് നയിക്കുന്നു. അപ്പോൾ നെറ്റ്വർക്കിലൂടെയുള്ള ഒരു സർവീസും നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, കമ്പ്യൂട്ടറുകൾ തമ്മിൽ നെറ്റ്വർക്ക് ഡൗൺ ആവുന്നു. ഇനി മറ്റൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബസ് ടോപ്പോളജിയിലെ ഫോൾട്ട് ഡയഗ്നോസിസ് ഈസ് ഡിഫിക്കൾട്ട്. ബസ് നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു തകരാറ്, ഇപ്പോൾ ഇവിടുന്ന് അയച്ചൊരു മെസ്സേജ് ഇവിടെ ഒരു കമ്പ്യൂട്ടറിൽ എത്തുന്നില്ല, അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് ഫോൾട്ട് ഡിറ്റക്ഷൻ. തകരാറ് കണ്ടുപിടിക്കാൻ, ഒരു പ്രശ്നം, നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ ഈ ടോപ്പോളജിയുടെ ഒരു ഘടന
കാരണം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. സോ ഫാൾട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് തകരാറുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നെറ്റ്വർക്ക് ബസ്സിന് പരിശോധിക്കാം ഈ നോഡ് കാരണമാണോ, ഏത് നോഡിനാണോ പ്രശ്നം, ബസ്സിനാണോ പ്രശ്നം, ടെർമിനേറ്ററിനാണോ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ ഫോൾട്ട് ഡയഗ്നോസിസ് ഈസ് ഡിഫിക്കൾട്ട്. ബസ് നെറ്റ്വർക്കിൽ ഫോൾട്ട് ഡയഗ്നോസിസ്, അതായത് നെറ്റ്വർക്ക് തകരാറുകൾ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഫോൾട്ട് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഫോൾട്ട്, കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിലെ തകരാറുകൾ, ഡാറ്റ എക്സ്ചേഞ്ചിലെ തകരാറുകൾ കണ്ടുപിടിക്കാൻ മറ്റ് നെറ്റ് ടോപ്പോളജികളെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബസ് നെറ്റ്വർക്കിൻ്റെ ഓൺലി വൺ നോഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് എ ബസ് ടോപ്പോളജിയിൽ ഒരു സമയം ഒരൊറ്റ കമ്പ്യൂട്ടറിന് മാത്രമേ ഡാറ്റ അയക്കാനും പിന്നെ അതുപോലെ വേറൊരു കമ്പ്യൂട്ടറിന് മാത്രമേ ആ സമയം ഡാറ്റ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. അറ്റ് എ ടൈം ഓൺലി വൺ കമ്പ്യൂട്ടർ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ. ഒരു സമയം ഏതെങ്കിലും ഒരു നോഡിന് മാത്രമേ ഇതിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ, വേറെ നോഡുമായി ആശയവിനിമയം നടത്താൻ. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾക്ക് ഡാറ്റ അയക്കാൻ ബസ് ടോപ്പോളജിയിൽ പറ്റില്ല. ഇത്രയാണ് ബസ് ടോപ്പോളജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻ്റാണ്, ഒരു ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മെയിൻ കേബിളാണ്. ആ മെയിൻ കേബിളിലേക്ക് ഓരോ കമ്പ്യൂട്ടറുകളും നേരിട്ട് ഒരു ടി ആകൃതിയിലുള്ള കേബിളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യാതെ ബസ്സിലേക്കാണ് എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ, ഒരു നോഡിൽ നിന്ന് വേറെ നോഡിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കേണ്ട മെസ്സേജ് അയക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നോഡ് അയക്കുന്ന മെസ്സേജ് ബസ്സിലേക്ക് പബ്ലിഷ് ചെയ്യുന്നു, ബസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. അത് ബസ്സിൽ ഉടനീളം സഞ്ചരിക്കുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ അയച്ച ഏതെങ്കിലും ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് അയച്ച മെസ്സേജ് ബസ്സിലുടനീളം സഞ്ചരിക്കുകയും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ ബസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ നോഡും ആ ബസ്സിലൂടെ പോകുന്ന മെസ്സേജിനെ വായിക്കുകയും ഏത് കമ്പ്യൂട്ടറിനാണോ ആ മെസ്സേജ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയച്ചിരിക്കുന്നത് ആ റെസിപ്പിയൻ കമ്പ്യൂട്ടർ മാത്രം ആ മെസ്സേജിനെ കോപ്പി ചെയ്യുകയും ബാക്കി വരുന്ന ഒറിജിനൽ മെസ്സേജിനെ ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെല്ലാം അതിനെ തള്ളിക്കളയുകയും അത് ബസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിലൂടെ ഒരു മെസ്സേജ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ സിഗ്നൽ വേറെ കമ്പ്യൂട്ടറിന് അയക്കാനുണ്ടെങ്കിൽ നേരത്തെ അയച്ച മെസ്സേജിനെ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ബസ്സിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ടെർമിനേറ്റർ എന്ന് പറയുന്നൊരു ഓരോ ഡിവൈസുകളുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ബസ്സിലൂടെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യ പഴയ ഓൾറെഡി അയച്ച അല്ലെങ്കിൽ ഓൾറെഡി സെൻഡിങ്ങും റിസീവിങ്ങും നടന്ന അയക്കലും സ്വീകരിക്കലും കഴിഞ്ഞ ഒരു ഡാറ്റ സിഗ്നലിനെ ആ ബസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ടെർമിനേറ്റർ വിൽ അബ്സോർബ് ദ സിഗ്നൽ വെൻ ഇറ്റ് റീച്ചസ് ദി എൻഡ് ഓഫ് ദ ബസ്. ഒരു സിഗ്നൽ ബസ്സിൻ്റെ ഒരറ്റത്ത് എത്തി എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറുകളിൽ ഏതെങ്കിലും ടെർമിനേറ്ററിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡുകളും അത് കണ്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ കിട്ടേണ്ട നോഡിന് അത് കിട്ടിയിട്ടുമുണ്ട്, ആ മെസ്സേജ് സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ്. അപ്പോൾ വെൻ ദ മെസ്സേജ് റീച്ചസ് ദ ടെർമിനേറ്റർ, ഒരു ബസ് ടോപ്പോളജിയിൽ ബസ്സിലൂടെ വരുന്ന മെസ്സേജ് അതിൻ്റെ ബസ്സിൻ്റെ ഇരുവശങ്ങളിലുമുള്ള രണ്ടറ്റങ്ങളിലുമുള്ള ടെർമിനേറ്റർ എന്ന് പറയുന്ന ഉപകരണങ്ങളിലെത്തുമ്പോൾ, അത് ഇവിടെ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, എവിടെയായാലും ഏതെങ്കിലും ഒരറ്റത്ത് എത്തുമ്പോൾ ആ ടെർമിനേറ്ററുകൾ ആ മെസ്സേജിനെ നെറ്റ്വർക്കിൽ നിന്ന് പുറന്തള്ളുന്നു, സ്വീകരിച്ച് പുറന്തള്ളുന്നു. അങ്ങനെ അടുത്ത ഡാറ്റ സിഗ്നൽ അയക്കുന്നതിനുള്ള വഴി നെറ്റ്വർക്ക് ഫ്രീ ആക്കുന്നു. ഓക്കെ, അതാണ് ഈ ടെർമിനേറ്റർ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ, ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മെയിൻ കേബിൾ അതിലേക്ക് ഒരു ടി ഷേപ്പ് കേബിൾ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് ബസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബസ് ടോപ്പോളജി. ഇറ്റ്സ് വെരി ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. എന്തുകൊണ്ടാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്? കാരണം ഇവിടെ ബിക്കോസ് ഇറ്റ് റിക്വയർസ് ലെസ് കേബിൾ ലെങ്ത്. ബസ് ടോപ്പോളജി പ്രകാരം ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ വളരെ കുറച്ച് കേബിൾ മതി. മെയിൻ കേബിളും ബാക്കിയുള്ള കേബിളുകൾ ഓരോ കമ്പ്യൂട്ടറും ആ മെയിൻ കേബിളിലേക്ക് കണക്ട് ചെയ്യാൻ അധികം ദൂരം ലെങ്ത് കേബിൾ ആവശ്യമില്ല. ദസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബസ് ടോപ്പോളജി പിന്നെ ഒരു ബസ് ടോപ്പോളജിയിൽ
ഏതെങ്കിലും ഒരു നോഡ് തകരാറിലായാൽ, ഒരു കമ്പ്യൂട്ടർ തകരാറിലായാൽ അത് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ ഒട്ടും ബാധിക്കുന്നില്ല. പക്ഷേ ബസ്സിനോ ടെർമിനേറ്ററിനോ സംഭവിക്കുന്ന തകരാറ് കാരണം അല്ലെങ്കിൽ കേടുപാടുകൾ അല്ലെങ്കിൽ അവയ്ക്ക് സംഭവിക്കുന്ന ഫോൾട്ട് മൊത്തം നെറ്റ്വർക്കിനെയും ബ്രേക്ക് ഡൗണിലേക്ക് നയിക്കുന്നു. കൂടാതെ ബസ് ടോപ്പോളജിയിൽ ഫോൾട്ട് ഡിറ്റക്ഷൻ ഡിഫിക്കൽട്ടാണ് പറഞ്ഞു. ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം വന്നാൽ അത് എവിടെ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ, അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ഒരു സമയം ഒരു നോഡിന് മാത്രമേ ഡാറ്റ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ടോപ്പോളജിയെക്കുറിച്ച്, ബസ് ടോപ്പോളജിയെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഒരു സ്റ്റാർ ഷേപ്പിലാണ്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജിയുടെ അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും മധ്യത്തിലായി ഒരു ഹബ്ബോ സ്വിച്ചോ ഉണ്ടായിരിക്കും. നെറ്റ്വർക്കിലെ ഓരോ നോഡും ഈ ഹബ്ബിലേക്കും സ്വിച്ചിലേക്കും നേരിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ബസ് ടോപ്പോളജി കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ നോഡുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യുന്നില്ല. So in star topology there will be a hub or switch at the center of the network and each node will be connected to this hub or switch. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ നടുവിലായിട്ട്, that is in star topology each node is directly connected to a hub or switch. സ്റ്റാർ ടോപ്പോളജിയിൽ നെറ്റ്വർക്കിലെ അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഓരോ നോഡും ഓരോ കമ്പ്യൂട്ടറും മറ്റുപകരണങ്ങളും ഒരു ഹബ്ബിലേക്കാണ് ബന്ധിപ്പിച്ചത്. ഇതാണ് കോമൺ ആയിട്ടുള്ള സാധാരണ നെറ്റ്വർക്ക്. ചെറിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലൊക്കെ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടോപ്പോളജിയാണിത്. അപ്പോൾ ഇത് വെച്ച് ഈ പ്രാവശ്യം ഒന്നും ചോദ്യമില്ലെങ്കിലും മുൻ വർഷങ്ങളിലൊക്കെ ചോദിക്കാൻ ഒരു ലാബ് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള ടോപ്പോളജി ഏതാണ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജിക്ക് അതിൻ്റേതായ ചില ന്യൂനതകളുണ്ട്. ആ ബസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ സ്വിച്ചോ ഹബ്ബ് പറയുന്ന ഉപകരണം വെച്ചുകൊണ്ടാണ് ഇതിലൂടെ. ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാർ നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്? അപ്പോൾ ഡാറ്റ അയക്കേണ്ട കമ്പ്യൂട്ടർ അയക്കേണ്ട ഡാറ്റ, മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റയെ ഇഫ് എനി നോഡ് ഹാസ് ടു സെൻഡ് സം ഇൻഫർമേഷൻ ടു എനി അതർ നോഡ്. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കിലെ ഒരു നോഡ്, അതായത് ഒരു കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കിലെ മറ്റൊരു നോഡിലേക്കൊരു വിവരം കൈമാറ്റം ചെയ്യണമെങ്കിൽ ആ കൈമാറേണ്ട വിവരം അല്ലെങ്കിൽ അയക്കേണ്ട മെസ്സേജ് നേരിട്ട് ഹബ്ബിലേക്കാണ് അയക്കുന്നത്. കാരണം ഇവ തമ്മിൽ നേരിട്ട് ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ അയക്കേണ്ട മെസ്സേജ് അയക്കുന്ന കമ്പ്യൂട്ടർ ഹബ്ബിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് അയക്കുന്നു. അവിടെ ഹബ്ബാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ സ്റ്റാർ ടോപ്പോളജി ആ വരുന്ന മെസ്സേജ്, ആ കിട്ടിയ മെസ്സേജ് ഹബ്ബ് അതുമായി ഹബ്ബിനെ കുറിച്ച് സ്വിച്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹബ്ബ് എന്ത് ചെയ്യുന്നു? ഹബ് ദാറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ഓൾ ദ നോഡ്സ് കണക്റ്റഡ് ടു ഇറ്റ്. ഹബ്ബാണെങ്കിൽ ഹബ്ബ് എന്ത് ചെയ്യുന്നു? ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് ഈ കമ്പ്യൂട്ടറിന് അയക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മെസ്സേജ് ഇവിടെ എത്തി, ഹബ്ബിലേക്ക് അയച്ചു. കിട്ടിയ മെസ്സേജ് എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഹബ്ബ് വിതരണം ചെയ്യുന്നു. അതിൽ നിന്ന് that is this signal is then broadcasted in case of a hub to all the nodes but it is accepted only by the intended node. അപ്പോൾ ഹബ്ബ് കിട്ടിയ മെസ്സേജ്, അതിലേക്ക് ഒരു കമ്പ്യൂട്ടർ അയച്ച മെസ്സേജ് അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും വിതരണം ചെയ്യുമെങ്കിലും ആ മെസ്സേജിൻ്റെ യഥാർത്ഥ സ്വീകർത്താവായിട്ടുള്ള കമ്പ്യൂട്ടർ മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ആ മെസ്സേജിനെ ആഗിരണം ചെയ്യുകയും ബാക്കിയുള്ളവ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും ഹബ്ബ്. അതിന് കുറച്ചുകൂടി നല്ലത് സ്വിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ആണെങ്കിൽ ഈ ഒരു മെസ്സേജ്, ഇഫ് എ സ്വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് എ സ്വിച്ച് ദ സിഗ്നൽ ഈസ് സെൻഡ് ഓൺലി ടു ദി ഇൻറ്റൻഡഡ് നോഡ്. സ്വിച്ചാണ് ഹബിന് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ വന്ന മെസ്സേജിനെ പോകേണ്ട കമ്പ്യൂട്ടറിലേക്ക് മാത്രം അയക്കുന്നു, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നില്ല. അതായത് റെസിപ്പിയൻ്റ് അല്ലാത്ത കമ്പ്യൂട്ടറുകൾക്ക് വിതരണം ചെയ്യാറ്. സ്വിച്ച് ആണെങ്കിൽ വിതരണം ചെയ്യില്ല. അത് ഹബ് സ്വിച്ച് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ ബസ് ടോപ്പോളജിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർ ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മറ്റ് ടോപ്പോളജികളെ അപേക്ഷിച്ച് ഇതിനുള്ള മേന്മകളും പരിമിതികളും. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർ ടോപ്പോളജി. മോർ എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു ബസ് ടോപ്പോളജിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. സോ സ്റ്റാർ ടോപ്പോളജി ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയേക്കാളും നല്ല പെർഫോമൻസ്, കൂടുതൽ സ്പീഡോടുകൂടി വേഗത്തിൽ ഡാറ്റ സിഗ്നലുകൾ കൈമാറാൻ സഹായിക്കുന്നൊരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി.
വീണ്ടും നമ്മൾ ബസ് ടോപ്പോളജിയിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്റ്റാൾ, സ്ഥാപിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ടോപ്പോളജിയാണ്, നെറ്റ്വർക്കാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ കാരണം ഒരു സ്വിച്ച് വയ്ക്കുക, അതിലേക്ക് കണക്ഷൻ ഓരോ കമ്പ്യൂട്ടറിനും കണക്ഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്റ്റാൾ. അഗെയിൻ ഇറ്റ് ഈസ് ഈസി ടു ഡയഗ്നോസ് ദ ഫോൾട്ട്സ്. സ്റ്റാർ ടോപ്പോളജിയിൽ ബസ് ടോപ്പോളജിയുടെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു, ഒരു പരിമിതിയായിരുന്നു, ഫോൾട്ട് ഡിറ്റക്ഷൻ ബുദ്ധിമുട്ടാണ്. ഒരു കുഴപ്പം നെറ്റ്വർക്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് തകരാറ് സംഭവിച്ചാൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ബസ്സിനാണോ ടെർമിനേറ്ററിനാണോ ഏതെങ്കിലും നോഡിനാണോ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ആ പ്രശ്നം സ്റ്റാർ ടോപ്പോളജിയിൽ ഇല്ല. അതായത് സ്റ്റാർ ടോപ്പോളജിയുടെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി ഫോൾട്ട് ഡിറ്റക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. അതായത് ബസ് ടോപ്പോളജി അപേക്ഷിച്ച് ഒരു നെറ്റ്വർക്ക് തകരാറുണ്ടായാൽ അത് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, കണ്ടുപിടിക്കാൻ സ്റ്റാർ ടോപ്പോളജിയിൽ സാധിക്കും. അപ്പോൾ നെറ്റ്വർക്ക് തകരാറുകൾ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഘടനയാണ് സ്റ്റാർ ടോപ്പോളജിയുടേത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം, ഒരു നെറ്റ്വർക്ക് തകരാറുണ്ടായാലും നമ്മൾ ഹബ്ബിലോ സ്വിച്ചിലോ, ഈ കാണുന്ന ഹബ്ബോ സ്വിച്ചോ വഴിയാണ് എല്ലാ ഡാറ്റ ട്രാൻസ്ഫറും. കമ്പ്യൂട്ടറിൽ നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്നില്ല. മറ്റത് ബസ്സിലാണ്. അപ്പോൾ ബസ്സിൽ എവിടെയാണ് പ്രശ്നം എന്ന് നോക്കണം. ബസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി കേബിളാണ്, ഒരു മുഴുനീള കേബിളാണ്, അതിൽ നിന്ന് ഓരോ കമ്പ്യൂട്ടറിലേക്കുണ്ട്. അപ്പോൾ അത് എവിടെയാണ്, ബസ്സിൽ എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ ഹബ്ബ് എന്ന സ്വിച്ച് പറയുന്ന ഡിവൈസിലാണ് സ്റ്റാർ ടോപ്പോളജിയിൽ പ്രശ്നം വന്നാൽ ഹബ്ബിനോ സ്വിച്ചിനോ പരിശോധിച്ച് അതിൻ്റെ തകരാറ് കൊണ്ട് മാത്രമേ നെറ്റ്വർക്കിൽ മൊത്തം തകരാറ് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഈസി ടു ഡയഗ്നോസ്. അപ്പോൾ ഒരു പ്രശ്നം, നെറ്റ്വർക്ക് തകരാറ് വന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ, ആശയവിനിമയത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹബ്ബോ സ്വിച്ചോ, സ്റ്റാർ ടോപ്പോളജി ആണെങ്കിൽ ഹബ്ബിനെയോ സ്വിച്ചിനെയോ വിശദമായിട്ട് പരിശോധിച്ചാൽ മതി. അതിൻ്റെ പ്രശ്നമാണോ എന്ന് നോക്കിയാൽ മതി. ഒരിക്കലും നേരത്തെ ബസ് ടോപ്പോളജിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ. ഏതെങ്കിലും ഒരു നോഡ് തകരാറിലായാൽ അത് മൊത്തം നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. ഈസി ടു എക്സ്പാൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്. പിന്നെ ബസ് ടോപ്പോളജി അപേക്ഷിച്ച് ഇതിനെ കുറച്ചുകൂടി ഈ ഇത്തരം നെറ്റ്വർക്ക് വിപുലീകരിക്കാനും മറ്റും എളുപ്പമാണ്. ബസ് ടോപ്പോളജിയിലാണെങ്കിൽ നമ്മളൊരു പുതിയ നോഡ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു പുതിയ നോഡ് വെക്കണം, അതിലെ കേബിളിലേക്ക് ബന്ധിപ്പിക്കണം എന്നാണ്. എന്നാൽ ഇത് താരതമ്യേന കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എത്ര ഡിവൈസിന് കണക്ട് ചെയ്യാനുള്ള പോർട്ട് അതിലുണ്ട് എന്നുള്ളതിനനുസരിച്ച് അത്രയും ഡിവൈസുകൾ നമുക്ക് ഈ നെറ്റ്വർക്കിലേക്ക് കൂട്ടിച്ചേർക്കാം. ദാറ്റ് ഈസ് ഈസി ടു എക്സ്പാൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്. ഹബിൻ്റെയോ സ്വിച്ചിൻ്റെയോ സ്റ്റാർ നെറ്റ്വർക്കിലെ ഹബിൻ്റെയോ സ്വിച്ചിൻ്റെയോ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അത് സപ്പോർട്ട് ചെയ്യുന്ന കണക്ഷനുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് നെറ്റ്വർക്കിലെ നോഡിൻ്റെ എണ്ണം അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ വലിപ്പം കൂട്ടാം. എന്ന് പറഞ്ഞാൽ നോഡിൻ്റെ എണ്ണം കൂട്ടാം, അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഒരു നെറ്റ്വർക്കിനെ ഇത് നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ നെറ്റ്വർക്കിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഈ നെറ്റ്വർക്കിൽ നിന്ന് നീക്കം ചെയ്യാൻ വളരെ എളുപ്പം. റിക്വയർസ് മോർ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബസ് ടോപ്പോളജിയുടെ അത്രയും പ്രയാസമില്ല. അതായത് ഇവിടെ ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് നെറ്റ്വർക്ക് അത് കേടായി, അപ്പോൾ ഒരു നോഡ് സ്റ്റാർ ടോപ്പോളജിയിൽ കേട് വന്നാൽ നമുക്ക് ആ നോഡിനെ മാത്രം നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കണം തൽക്കാലം. അപ്പോൾ എന്ത് ചെയ്യുക, ആ നോഡിലേക്ക് ഹബിൽ നിന്ന് സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ നോഡ് മാത്രം ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ഒറ്റപ്പെടുകയും നെറ്റ്വർക്കിൽ നിന്ന് ബാക്കി ഉള്ള നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾക്ക് തമ്മിൽ പഴയ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അവയുടെ കമ്മ്യൂണിക്കേഷൻ ഒരു തരത്തിലും നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു നോഡിന് വരുന്ന തകരാറ്, അത് ബസ് ടോപ്പോളജി അങ്ങനെ തന്നെയാണ്. ഫെയിലിയർ ഓഫ് ഹബ് ഓർ സ്വിച്ച് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് എൻറ്റയർ നെറ്റ്വർക്ക്. ഒരു ഹബിൻ്റെയോ സ്വിച്ചിൻ്റെയോ ഹബ്ബോ സ്വിച്ചോ തകരാറിലായി കഴിഞ്ഞാൽ, കാരണം ഹബ്ബും സ്വിച്ചുമാണ് ഈ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ കേന്ദ്രം, മർമ്മഭാഗം. അപ്പോൾ ഹബിനോ സ്വിച്ചിനോ വരുന്നൊരു തകരാർ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ബാധിക്കുകയും നെറ്റ്വർക്ക് ഡൗൺ ആവുകയും ചെയ്യും. എനി ഫെയിലിയർ ഓഫ് ഹബ് ഓർ സ്വിച്ച് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. മൊത്തം നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എപ്പോൾ മാത്രമാണ്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് വരുന്ന തകരാറ് അല്ലെങ്കിൽ ഒരു നോഡിന് വരുന്ന തകരാറ് ഒരിക്കലും നെറ്റ്വർക്കിൻ്റെ മറ്റ് ടോപ്പോളജികളിൽ ഏതെങ്കിലും ഇനി അടുത്ത് വരുന്ന റിംഗ് ടോപ്പോളജി, ഏതെങ്കിലും ഒരു നോഡ് തകരാറിലായി കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് തകരാറിലാവും. നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും, നെറ്റ്വർക്ക് ബ്രേക്ക് ആവും. എന്നാൽ ഈ ബസ്സിലും സ്റ്റാറിലും ഏതെങ്കിലും ഒരു നോഡ് തകരാറായി കഴിഞ്ഞാൽ അത് നെറ്റ്വർക്കിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അത് ആ നോഡിനെ മാത്രമേ ബാധിക്കുള്ളൂ. ആ നോഡ് മാത്രം നെറ്റ്വർക്കിൽ നിന്ന് ഒറ്റപ്പെടുകയും നെറ്റ്വർക്ക് പഴയ പോലെ മറ്റ് നോഡുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയും നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യുന്നു. ഹബിനോ സ്വിച്ചിനോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ബാധിക്കുന്നു, നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനം തകരാറിലാവുന്നു.
ഇറ്റ് റിക്വയർസ് മോർ കേബിൾ ലെങ്ത് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയേക്കാൾ പിന്നീട് ഒരു ഫോൾട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ, സ്റ്റാർ ടോപ്പോളജിയുടെ പരിമിതികൾ. ഒന്ന്, ഹബിനോ സ്വിച്ചിനോ വരുന്ന തകരാറ് നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ബാധിക്കും. മറ്റൊന്ന്, ബസ് ടോപ്പോളജിയേക്കാൾ കൂടുതൽ നീളമുള്ള കേബിൾ സ്റ്റാർ ടോപ്പോളജിയിൽ ആവശ്യമാണ്. കാരണം ഹബിൽ നിന്നും സ്വിച്ചിൽ നിന്നും നോഡിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് അത്രയും ലെങ്ത് കേബിൾ വേണ്ടി വരും. മറ്റേതൊരു ബസ്സാണ്, ബസ്സിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്, ഓക്കെ, മെയിൻ കേബിളിലേക്ക്. അപ്പോൾ അത്രയും ലെങ്ത് വരില്ല. അപ്പോൾ കുറച്ച് ബസ്സിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ കേബിൾ ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ, കേബിൾ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബസ് ടോപ്പോളജിയേക്കാൾ എക്സ്പെൻസീവാണ്. ആസ് ഇറ്റ് റിക്വയർസ് മോർ കേബിൾ ലെങ്ത് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ കേബിൾ സ്റ്റാർ ടോപ്പോളജിയിൽ ആവശ്യമായിട്ട് വരുന്നു, കൂടുതൽ ലെങ്ത് കേബിൾ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത്രയാണ് സ്റ്റാർ ടോപ്പോളജിയിൽ പറയുന്നത്. അപ്പോൾ ഓരോ ടോപ്പോളജിയിലും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ്, അതിൻ്റെ ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. അതിനെക്കുറിച്ച് ഇനിയുള്ള സെഷനിൽ പറയാം.